ഈ വീഡിയോ ഇതിനോടകം എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ലണ്ടനിലെ സബ്വേയിൽ ഇരുന്നിട്ട് ഒരു ഇന്ത്യൻ ലേഡി ഫുഡ് കഴിക്കുന്ന വീഡിയോ. ഇതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കമൻസ് കണ്ടു. അപ്പം ഞാനൊരു ന്യൂസ് ഇവിടെ കൊടുക്കാം. കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ കൊറിയയിലെ ഒരു കൊറിയൻ സിറ്റിസന്റെ സബ്വേയിൽ ഫുഡ് കഴിച്ചതിനെ ചൊല്ലി ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത ന്യൂസാണ്. അപ്പം ഞാൻ ഈ ന്യൂസ് സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഇതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആണോ, ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഇതൊരു പ്രശ്നമാണോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ക്ലാരിറ്റി വരുത്താന്ന്. പൊതുവെ കൊറിയയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്ന ബസ്സുകളാണെങ്കിലും ട്രെയിനുകളിലൊക്കെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷെ ഷോർട്ട് ഡിസ്റ്റൻസ് ഉള്ള, അതായത് സബ്വേ അതുപോലെ ബസ്സുകളിലൊന്നും നമുക്ക് പൊതുവെ ഫുഡ് അലൗഡ് അല്ല. അങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള ഒരു റൂളൊന്നും അല്ല. പക്ഷെ എന്നാലും നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ഇപ്പം നമ്മുടെ ഫുഡൊക്കെ ആയിട്ട് ആണ് കയറുന്നതെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഡ്രൈവർ നമ്മളടുത്ത് പറയും അത് കഴിക്കരുത് എന്നുള്ളത് പറയും. സബ്വേയിലാണെങ്കിലും നമ്മൾ സബ്വേയിലൊക്കെ പൊതുവെ റൂൾസ് ഇങ്ങനെ അവർ മോണിറ്ററിൽ കാണിക്കും. അപ്പോഴവരതിൽ പറയുന്നുണ്ട് നമ്മളിപ്പോൾ കയറുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കരുന്നുള്ള രീതിയിൽ, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് ട്രാഷിലിട്ടിട്ട് വേണം കയറാനെന്ന് എപ്പോഴും അതിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ എന്താ പറയുക, ലിഖിതമോ അലിഖിതമായ നിയമങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സോഷ്യൽ കൾച്ചറിൽ അവർ പാലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു ഫോറിനർ ആയിട്ടുള്ള നമ്മൾ അതെന്ത് ചെയ്യുക, അത് വയലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഓൾ കമ്മ്യൂണിറ്റീനെയാണ് ബാധിക്കുക. ഇപ്പം നമ്മളൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നതോ, അല്ലാതെ നമ്മളൊരു മലയാളി, തമിഴോ, തെലുങ്കു അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിട്ടല്ല, നോർത്ത് അങ്ങനെയൊന്നും അല്ല. നമ്മളിവിടെ ഓവറോൾ ഏതൊരു ഫോറിൻ കൺട്രിയിലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഇന്ത്യ എന്ന് പറഞ്ഞൊരു കൺട്രിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ പഴിയും വന്ന് ചേരുന്നത് ഇന്ത്യൻ എന്നുള്ള രീതിയിലായിരിക്കും, നമ്മൾ ആ ലേബലിലായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പൊതുവെ ഇപ്പം ഏതൊരു രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ, ഇത്രയും വൈറലായ ഒരു ഇഷ്യൂ വരുമ്പോൾ മൊത്തം ഒരു സമൂഹത്തെ തന്നെ അവർ ആ രീതിയിലായിരിക്കും കാണുക. അതുകൊണ്ട് അബ്രോഡൊക്കെ താമസിക്കുന്നവരും മാക്സിമം നമ്മൾ അവരുടെ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാന്നല്ല, നമ്മൾ അവരുടെ കൾച്ചറെ റെസ്പെക്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ ഒരു കൾച്ചറിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ വന്ന് വേറൊരാൾ നമ്മളെ രീതിക്ക് അല്ലാതെ നടക്കുമ്പോൾ തീർച്ചയായും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ബൈ.